ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവോസ്വരൂപനായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം മുഴുവനെയും കർത്താവെ കാഴ്ചവെക്കുക. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹ അഭിഷേകവുമായി ഇവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിനം പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളിലേക്കും ഒരു പഠന പരീക്ഷ മേഖലയിലേക്ക് ദൈവമേ കടന്നു വരണമേ, വിജയം നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഈ ദിവസം നമ്മുടെ എല്ലാ അധ്വാനങ്ങളും ഒരു അനുഗ്രഹ അഭിഷേകവുമായി മാറാൻ വേണ്ടി ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ നമുക്ക് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ ഈ ദിനം പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഈ ദിവ്യകാന ആരാധനയിൽ തിരുവസ്തുരൂപനായ ഈശോയെ പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന പാപമേഖല, എൻ്റെ ജീവിതത്തിൽ വിമർശനമുണ്ടെങ്കിൽ, കുറ്റം പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് ഗൗരവമേറിയ പാപമാണ്. ദൈവമേ തിരിച്ചറിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്തിനും ഏതിനെയും എല്ലാവരെയും വിമർശിക്കുന്ന ശൈലി, പ്രിയപ്പെട്ടവരെയും വിമർശിക്കുക, ജീവിത പങ്കാളി, മാതാപിതാക്കളെ, സഹോദരങ്ങൾ, മക്കളെ വിമർശിക്കുക, അധികാരികളെ വിമർശിക്കുക, സഭയെ വിമർശിക്കുക, രാജ്യത്തെ വിമർശിക്കുക, കുറ്റം പറയുക, ദൈവമേ ഗൗരവമേറിയ പാപമേഖല എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നോമ്പിന് ഈ ദിനം അനുതാപം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ തിരുമയുടെ അരൂപി വിട്ടുപോകാൻ വേണ്ടി, ഈ തിരുമയുടെ സ്വാധീനം വിട്ടുപോകാൻ വേണ്ടി, മരുവിധികളെ കുറിച്ച് നല്ലത് പറയാനും ചിന്തിക്കാനും അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി യേശുവേ നമുക്ക് കരമുയർത്തി സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ എൻ്റെ പേര് ഗ്രേസി സാബു, വൈകിയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾക്ക് 2 വർഷമായി വിവാഹം ആലോചിച്ചെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആലോചന വന്നില്ല. ഈ സമയം ഞാനും എൻ്റെ മകളും കൂടി ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനം കൂടി പരിശുദ്ധ താബോർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേലച്ചനോട് പ്രാർത്ഥന സഹായം ചോദിച്ചു. ജോർജി അച്ഛൻ 8 മാസത്തിനകം വിവാഹം നടക്കുമെന്നും 90 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
5 മാസമായപ്പോഴേക്കും നല്ലൊരു ആലോചന വരികയും 7.5 മാസമായപ്പോൾ ദൈവം ഭംഗിയായൊരു വിവാഹം നടത്തി തരികയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദി. രണ്ടാമത്തെ സാക്ഷി, ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കണമോ വേണ്ടയോ എന്ന് വെളിപ്പെട്ട് കിട്ടാൻ ധ്യാനാവസരത്തിൽ ജോർജ് അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിച്ചു. ജോർജ് അച്ഛൻ 45 ദിവസത്തിനകം സ്ഥലം വിൽക്കുന്ന കാര്യം വെളിപ്പെട്ട് കിട്ടുമെന്ന് പറഞ്ഞു. 36-ാം ദിവസം സ്ഥലക്കച്ചവടം നടക്കുകയും മറ്റൊരു സ്ഥലം വാങ്ങാനും വീട് വയ്ക്കുവാനും സാധിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിച്ചു. ജോർജ് അച്ഛൻ 17 മാസത്തിനകം നടക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 15 മാസമായപ്പോഴേക്കും ഒരു നല്ല ആലോചന വരികയും 16.5 മാസമായപ്പോൾ മകൻ്റെ വിവാഹം ഭംഗിയായി നടക്കുകയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദി. നാലാമത്തെ സാക്ഷ്യം, എൻ്റെ ഇളയ മകൻ വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചു. ഈ സമയം ശനിയാഴ്ച റൂഹാഭിഷേക കൺവെൻഷനിൽ പങ്കെടുത്ത് പരിശുദ്ധ താബോർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. കൈവയ്പ് ശുശ്രൂഷയിൽ ജോർജ് അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിച്ചു. ജോർജ് അച്ഛൻ 6 മാസം പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കൃത്യം 6 മാസമായപ്പോഴേക്കും യാതൊരു തടസ്സവും കൂടാതെ UK-യിൽ പോകാനും അവിടെ താമസിക്കാൻ ആവശ്യമായ പാർട്ട് ടൈം ലഭിക്കാൻ സാധിച്ചു. പരിശുദ്ധ താബോർ മാതാവിൻ ഈ ദിനം ഈശോയോടൊപ്പം